ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഡിഫറെന്റ് ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എ 3-hinged parabolic arch of 40 meter span has abutments at unequal levels. The highest point of the arch is 4 meter above left support and 9 meter above right abutment. The arch is subjected to an UDL of 15 kN per meter over its entire horizontal span. Find the horizontal thrust and also bending moment, radial shear and normal thrust at a point 8 meter from the left support. Okay, ഇവിടെ തന്നിരിക്കുന്നു a 3-hinged parabolic arch of 40 meter span. അപ്പോൾ L എന്ന് പറയുന്നത് 40 meter ആണ്. ഓക്കെ, ടോട്ടൽ സ്പാൻ 40 meter ആണ്. അൺഈക്വൽ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. The highest point of the arch is 4 meter above left support and 9 meter above the right abutment. ലെഫ്റ്റ് സപ്പോർട്ടിന്ന് ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ ആർച്ചിലേക്ക് 4 മീറ്ററും റൈറ്റ് സപ്പോർട്ടിന് 9 മീറ്ററും ആണുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം ലെഫ്റ്റ് സപ്പോർട്ട് മുകളിലും റൈറ്റ് സപ്പോർട്ട് താഴെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇതിപ്പോ ലെഫ്റ്റ് സപ്പോർട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നു, ഇത് റൈറ്റ് സപ്പോർട്ട് ആണെങ്കിൽ ഓക്കെ, ഈ ലെഫ്റ്റ് സപ്പോർട്ടിന്ന് ഹയസ്റ്റ് പോയിന്റ് ഓൺ ദ ആർച്ച്, ഓക്കെ, ക്രൗൺ പോയിന്റ്, ഓക്കെ, അതിനെ സി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ലെഫ്റ്റ് സപ്പോർട്ടിനെ എയും റൈറ്റ് സപ്പോർട്ടിനെ ബി എന്ന് പറഞ്ഞ് ഞാൻ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള റൈസ് എന്ന് പറയുന്നത്, ഓക്കെ, ദ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദ ആർച്ച് ഈസ് 4 മീറ്റർ എബവ് ലെഫ്റ്റ് സപ്പോർട്ട്. ഓക്കെ, അപ്പം ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള റൈസ് എന്ന് പറയുന്നത് 4 മീറ്റർ എന്ന് ഞാൻ എഴുതുവാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു R1. റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രൗണിലേക്കുള്ള അല്ലെങ്കിൽ ഹയസ്റ്റ് പോയിന്റ് ഓൺ ദ ആർച്ചിലേക്കുള്ള ഡിസ്റ്റൻസ് 9 മീറ്റർ ആണ്. ഓക്കെ, the highest point of the arch is 4 meter above left support and 9 meter above right abutment. ഓക്കെ, ഇത് തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് എയും ബിയും തമ്മിലുള്ള ഹൈറ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ഇതിൽ നിന്ന് വ്യക്തമാണ്. The arch is subjected to an UDL of 15 kN per meter. അതായത് ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ലോഡും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്യാം. ഫുൾ സ്പാനിൽ ഓക്കെ UDL ആക്ട് ചെയ്യുന്നു. എ മുതൽ ബി വരെ ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുന്നു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 15 kN per meter. ഓക്കെ, ഓവർ ഇറ്റ്സ് എൻറ്റയർ ഹൊറിസോണ്ടൽ സ്പാൻ. ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, അതായത് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ റിയാക്ഷൻ VA, വേറെ ഹൊറിസോണ്ടൽ ഫോഴ്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് HA വിൽ ബി ഈക്വൽ ടു HB. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ HA തന്നെ എഴുതുന്നു. ഇവിടെ VB ഇൻവേർഡ്, ഇവിടെ HB ആക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ HA വിൽ ബി ഈക്വൽ ടു HB. ഓക്കെ, വേറെ ഫോഴ്സുകളില്ല. ഓക്കെ, അതും ഞാനൊന്ന് നോട്ട് ചെയ്യുന്നു. ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ഓക്കെ, H വാല്യൂ നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ആൻഡ് ഓൾസോ ബെൻഡിങ് മൊമെന്റ്, ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. റേഡിയൽ ഷിയർ, നോർമൽ ത്രസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. at a point 8 meter ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. ഓക്കെ, അപ്പം ഇവിടെ ലെഫ്റ്റ് സപ്പോർട്ട് 8 മീറ്റർ മാറിയിട്ട്. ഓക്കെ, അപ്പൊ എ മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, എ മുതലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ്, സിയിലേക്കുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഞാൻ R1 എന്ന് മാർക്ക് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ എ മുതൽ സി വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഷുഡ് ബി L1 ആൻഡ് ബി മുതൽ സി വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഷുഡ് ബി L2. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമുക്ക് L1 plus L2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു L, ദാറ്റ് ഈസ് L1 plus L2 ഈസ് ഈക്വൽ ടു 40 എന്ന് പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്താം. ഓക്കെ, ഇവിടെ റൈസ് R1 4 മീറ്റർ ആണ് ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് L1 മാർക്ക് ചെയ്തു. അപ്പൊ ഇവിടെ ബിയിൽ നിന്ന് റൈറ്റ് സപ്പോർട്ടിൽ നിന്ന് മാക്സിമം ക്രൗൺ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 മീറ്റർ, ദാറ്റ് ഈസ് R2. ഓക്കെ, അപ്പൊ R1 R2 മാർക്ക് ചെയ്തു. അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്കുള്ള ക്രൗൺ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് R2 ആൻഡ് അതായത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് R2, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L2. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഒരു റിലേഷനും കൂടെ നമുക്കറിയാം. L1 by L2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് R1 by R2. ഇവിടെ R1 R2 അവൈലബിൾ ആണ്. L1 L2 ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇക്വേഷൻസും നമ്മളെ കയ്യിലുണ്ട്. ഓക്കെ, ഇതൊരു ഇക്വേഷൻ, ഇത് അനദർ ഇക്വേഷൻ. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു റിലേഷൻ നമുക്ക് ഫോം ചെയ്യാം. 2 ഇക്വേഷൻസ് ഉണ്ട്, 2 അൺനോൺസ് ഉണ്ട്. നമുക്ക് L1 L2 ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 8 മീറ്റർ മാറിയിട്ടാണ് നമുക്ക് ബെൻഡിങ് മൊമെന്റും റേഡിയൽ ഷിയറും നോർമൽ ത്രസ്റ്റും ഒക്കെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഈ രീതിയിലാണ് വരുന്നത്.
ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇവിടെ അഡീഷണലി 1-2 പോയിന്റ്സ് കൂടെ മാർക്ക് ചെയ്യാം. എ ഡാഷ് എന്ന് പറയുന്നത് എന്റെ അതേ ലെവലിൽ വേറൊരു സപ്പോർട്ട് വരുവാണെങ്കിൽ ഒരു പാരബോളിക് ആയിട്ടുള്ള ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന ആർച്ച് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ എ ഡാഷ് എന്ന് പറയുന്നത് എന്റെ അതേ ലെവലിൽ വരുന്ന മറ്റൊരു പോയിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ എ മുതൽ സി വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് L1 ആണെങ്കിൽ സി മുതൽ എ ഡാഷ് വരെ L1 ആയിരിക്കും. ഇനി വേണമെങ്കിൽ ഇത് താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ ഒരു ഡിസ്റ്റൻസ് L2 ആണെങ്കിൽ സി മുതൽ ഇത് ബി ഡാഷ് ആണ് പോയിന്റ് എങ്കിൽ ഒരേ ലെവലിൽ ബിന്റെ അതേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സപ്പോർട്ടാണ് ബി ഡാഷിൽ വരുന്നതെങ്കിൽ ഓക്കെ, ആ ഡിസ്റ്റൻസ് ബി ഡാഷ് മുതൽ സി വരെയുള്ള ഡിസ്റ്റൻസ് L2 ആയിരിക്കും. ഓക്കെ, അപ്പൊ ബി ഡാഷ് സി ബി ഡാഷ് എന്ന് പറയുന്ന ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ആർച്ചായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അതുപോലെ എ സി എ ഡാഷ് എന്ന് പറയുന്നത് ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ എ സി എ ഡാഷിന്റെ സ്പാൻ എന്ന് പറയുന്നത് 2L1 ആയിരിക്കും. ആൻഡ് ബി ഡാഷ് സി ബിന്റെ സ്പാൻ എന്ന് പറയുന്നത് 2L2 ആയിരിക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നമ്മൾ ആ ഒരു കൺസെപ്റ്റ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതായത് നമുക്ക് അവിടെ 8 മീറ്റർ മാറിയിട്ടുള്ള ലെഫ്റ്റ് സൈഡിൽ നിന്ന് 8 മീറ്റർ മാറിയിട്ടുള്ള കറസ്പോണ്ടിങ് പോയിന്റിലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റൈസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. എല്ലാവർക്കും ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഒരു ടൈപ്പിൽ എങ്ങനെയാണ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് L1 ആൻഡ് L2 ആണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ വരച്ചിരിക്കുന്ന ഫിഗർ ഒന്നും കൂടെ നിങ്ങൾക്ക് ഇതിൽ കാണാം. ഓക്കെ, എ ബി. ഓക്കെ, എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് R1 ദാറ്റ് ഈസ് 4 മീറ്റർ. ബിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് 9 മീറ്റർ ദാറ്റ് ഈസ് R2. ഫുൾ സ്പാനിൽ UDL ആക്ട് ചെയ്യുന്ന 15 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ആൻഡ് ഇവിടെ L1 L2 മാർക്ക് ചെയ്തിരിക്കുന്നു. ഇതേപോലെ 2 അഡീഷണൽ പോയിന്റ് അല്ലെ, അതായത് എന്റെ അതേ ലെവലിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എ ഡാഷ് രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം, ബി ഡാഷ് എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, വെർട്ടിക്കൽ റിയാക്ഷൻ VA ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ HA അല്ലെങ്കിൽ H എന്നുള്ള രീതിയിൽ നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഫിഗർ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എടുത്ത് വരച്ച ഫിഗർ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഗിവൺ ഡാറ്റ L is equal to 40, R1 4 മീറ്റർ ആൻഡ് R2 is 9 മീറ്റർ. സ്റ്റെപ്പ് 1 L1 ആൻഡ് L2 കണ്ടുപിടിക്കുന്നതാണ്. L1 plus L2 is equal to L. L value is 40. L1 plus L2 is equal to 40 meter. Equation number 1 ആക്കി വെച്ചു. അടുത്ത റിലേഷൻ L1 by L2 is equal to root of R1 by R2. R1 value 4 and R2 is 9. L1 by L2 is equal to root of 4 by 9. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഫസ്റ്റ് റിലേഷൻഷിപ്പിന്റെ അകത്ത് നമുക്ക് L2 is equal to 40 minus L1 എന്ന് എടുക്കാം. ഓക്കെ, ഇനി ഈ എക്സ്പ്രഷൻ L1 by L2 is equal to root of 4 by 9 എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ L2ന്റെ സ്ഥാനത്ത് 40 minus L1 കൊടുത്താൽ അൺനോൺ ആയിട്ട് L1 മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോൾവ് ചെയ്ത് L1 ഫൈൻഡ് ഔട്ട് ചെയ്യാം. L1 ഫൈൻഡ് ഔട്ട് ചെയ്താൽ ഈ റിലേഷനിൽ L1ന്റെ വാല്യൂ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് L2 കിട്ടും. ഓക്കെ, ഫ്രം ഇക്വേഷൻ 1 L2 is equal to L2 is equal to 40 minus L1. Substitute the value of L2 in above equation. അപ്പം ഈ എക്സ്പ്രഷനിൽ L2ന്റെ സ്ഥാനത്ത് 40 minus L1 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയാണ്. അപ്പൊ L1 divided by 40 minus L1 that is root of 4 by 9. root 4 എന്ന് പറയുന്ന 2 ആണ്, root 9 3 ആണ്. അപ്പൊ L1 by 40 minus L1 is equal to 2 by 3. അപ്പൊ L1 is equal to 2 by 3 into 40 minus L1. ഇത് ന്യൂമറേറ്ററിലേക്ക് വരും RHS. that is equal to 26.667. 40 into 2 by 3 minus 2 by 3 L1 എന്നാവും. ഓക്കെ, അപ്പം L1ന്റെ ടേം നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാം. ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ L1 plus 2 by 3 L1 is equal to 26.667. അപ്പൊ അതിൻ്റെ അകത്ത് നിന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ L1 is equal to 16 മീറ്റർ എന്ന് കിട്ടും. അപ്പൊ L1 16 കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമ്പർ 1 അല്ലെങ്കിൽ L2 is equal to 40 minus L1 റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ L1ന്റെ വാല്യൂ നമുക്ക് L2 കിട്ടും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് L1 in equation 1. 16 plus L2 is equal to 40. that is L2 is equal to 40 minus 16, 24 meter. അപ്പൊ L1 നമുക്ക് 16 കിട്ടി, L2 24 കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇവിടെ ഇതിന്റെ അകത്ത് L1 എന്ന് പറയുന്നത് L1 എന്ന് പറയുന്ന വാല്യൂ is 16 മീറ്റർ, A മുതൽ C വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, ആൻഡ് L2 is 24 മീറ്റർ. ഓക്കെ, അപ്പൊ അത് നമുക്ക് ഇതിന്റെ അകത്ത് നിന്ന് വ്യക്തമായി. ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവാം. വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമ്മൾ ഈ ഒരൊറ്റ സ്റ്റെപ്പിലാണ് കണ്ടുപിടിക്കുന്നത്. സിൻസ് ദർ ആർ നോ ഹൊറിസോണ്ടൽ ഓർ ഇൻക്ലൈൻ ലോഡ്സ് HA will be equal to HB is equal to H. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലെഫ്റ്റ് സൈഡ് കൺസിഡർ ചെയ്തിട്ട് സിയിലേക്കുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യും. ഓക്കെ,
അതുപോലെ റൈറ്റ് സൈഡും കൺസിഡർ ചെയ്തിട്ട് സിയിലേക്കുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫോം ചെയ്യും. ഓക്കെ, സിയിലുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷൻ നമ്മൾ ഫോം ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ HA, VA, ഓക്കെ, ആൻഡ് VB ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കൺസിഡറിങ് ഫ്രം ലെഫ്റ്റ് സൈഡ്, ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബെൻഡിങ് മൊമെന്റ് അറ്റ് സിന്റെ എക്സ്പ്രഷൻ ഫോം ചെയ്യാണ്. ലെഫ്റ്റ് സൈഡ്, ഓക്കെ, ലെഫ്റ്റ് സൈഡ് ഇതാണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഫ്രം ലെഫ്റ്റ്, ഓക്കെ, ഫ്രം ലെഫ്റ്റ് ബെൻഡിങ് മൊമെന്റ് അറ്റ് സി, ഓക്കെ, ഈസ് ഈക്വൽ ടു VA into സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് L1. ഓക്കെ, VA into 16. VA ആക്ട് ചെയ്യുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, H ടുവേർഡ്സ് റൈറ്റ് ആക്ട് ചെയ്യുന്നു, സിയിലേക്ക് വരുമ്പോൾ അത് ആന്റി ക്ലോക്ക് വൈസിലാവും. അപ്പോൾ -H ഇൻറ്റു, ഓക്കെ, -H ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് 4. പിന്നെ ഇവിടെ UDL ഉണ്ട്, UDL 15 ആണ്, താഴോട്ട് ആക്ട് ചെയ്യുന്നു, സി റൈറ്റ് സൈഡിലാണ്, അപ്പോൾ ഡയറക്ഷൻ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അപ്പോൾ -15 ഇൻറ്റു 16 ഇൻറ്റു 15 ഇൻറ്റു 16 ചെയ്തപ്പോൾ ഈക്വലന്റ് ആയിട്ടുള്ള UDL ഈക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡായി മാറി. അത് ആക്ട് ചെയ്യുന്ന 16ന്റെ ഹാഫിലാണ്. അപ്പോൾ സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 16/2. ഓക്കെ, അപ്പോൾ ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഇവിടെ ഫോം ചെയ്തു ഫ്രം ലെഫ്റ്റ് സൈഡ്. ഓക്കെ, റൈറ്റ് സൈഡിലുള്ള ബെൻഡിങ് മൊമെന്റ് എക്സ്പ്രഷൻ ഫ്രം റൈറ്റ്. ഓക്കെ, ഫ്രം റൈറ്റ് എന്ന് ചെയ്യുമ്പോൾ MC, ഓക്കെ, MCന്റെ എക്സ്പ്രഷൻ ഈസ് ഈക്വൽ ടു ഇവിടുന്ന് VB, ഓക്കെ, VB മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു, സി എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് സൈഡിലാണുള്ളത്. ഇപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, റൈറ്റ് സൈഡിൽ ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ VB ഇൻറ്റു സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് 24, VB ഇൻറ്റു 24. പിന്നെ H ഉണ്ട്, H ടുവേർഡ്സ് ലെഫ്റ്റ് ആക്ട് ചെയ്യുന്നു, സി മുകളിലാണ്, ഡയറക്ഷൻ എന്ന് പറയുന്ന ക്ലോക്ക് വൈസ്, റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് എന്ന് പറയുന്നത് മൈനസ് ആണ്. -H ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് 5+4 അല്ലെങ്കിൽ 9 മീറ്റർ. പിന്നെ ഉള്ളത് UDL ആണ്, താഴോട്ട് ആക്ട് ചെയ്യുന്നു, സി എന്ന് പറയുന്ന പോയിന്റ് അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്, റൈറ്റ് സൈഡിൽ ക്ലോക്ക് വൈസ് മൈനസ്. അപ്പോൾ -15 ഇൻറ്റു 24 ഇൻറ്റു 24/2, 15 ഇൻറ്റു 24 ഈക്വലന്റ് ആയിട്ടുള്ള പോയിന്റ് ലോഡായി മാറി. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് 24/2. ഓക്കെ, രണ്ട് എക്സ്പ്രഷൻ ഫോം ചെയ്തു. നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം കൺസിഡറിങ് ഫ്രം ലെഫ്റ്റ് സൈഡ് MC is equal to 0. അപ്പോൾ VA into L1 16 ആണല്ലോ, -H into 4 -15 into L1 into L1/2, that is VA into 16 -4H -15 into 16 into 16/2 is equal to 0. അപ്പം 16 VA -4H ഇത് ചെയ്ത് കഴിഞ്ഞാൽ 15 into 16 into 16/2 ചെയ്താൽ 1920 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, 16 VA -4H is equal to 1920 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ +1920 എന്നുള്ള രീതിയിൽ വരും. ഇക്വേഷൻ നമ്പർ 2 ആക്കിക്കോളൂ. ഓക്കെ, 16 VA -4H is equal to 1920. ഇനി ഫ്രം റൈറ്റ് സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി, ഓക്കെ, is equal to 0. എക്സ്പ്രഷൻ എഴുതിയാൽ VB into L2 -H into 9 -15 into L2 into L2/2, that is VB into 24 -H into 9 -15 into 24 into 24/2. Okay, അപ്പോൾ 24 VB -9H 15 into 24 into 24/2 എന്ന് പറയുന്നത് 4320 ആണ്. അപ്പോൾ -4320 is equal to 0. 4320 RHSലേക്ക് വന്നാൽ പ്ലസ് ആയി. അപ്പോൾ 24 VB -9H is equal to 4320. ഓക്കെ, ഇക്വേഷൻ നമ്പർ 3 ആക്കി വെച്ചു. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ VAയും ഇവിടെ VBയും ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റുക. ഒന്നെങ്കിൽ ഇക്വേഷൻ നമ്പർ 2ലുള്ള VA VB ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഇക്വേഷൻ 3ലുള്ള VB VA ടേംസിലാക്കി മാറ്റുക. ഓക്കെ, അപ്പൊ അതിനെ തമ്മിൽ മാറ്റാൻ വേണ്ടിയിട്ട്, ഓക്കെ, അതിനെ കൺവേർട്ട് ചെയ്ത് ഇപ്പോൾ VAനെ VBന്റെ ടേംസിലേക്കോ അല്ലെങ്കിൽ VBനെ VAന്റെ ടേംസിലേക്കോ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു റിലേഷൻ സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യാണ്. കൺസിഡറിങ് സമ്മേഷൻ വെർട്ടിക്കൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെയുള്ള വെർട്ടിക്കൽ ഫോഴ്സസ് ഒന്ന് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ, അനദർ വൺ ഈസ് വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് ബി. അപ്പൊ അത് രണ്ടും മുകളിലോട്ട് ആയതുകൊണ്ട് പ്ലസ്സിൽ എഴുതി. പിന്നെ ആക്ട് ചെയ്യുന്ന UDL ആണ്, താഴോട്ടേക്കുള്ള വേറെ വെർട്ടിക്കൽ ലോഡുകളൊന്നുമില്ല. അപ്പൊ -15 ഇൻറ്റു സ്പാൻ 40 ആണല്ലോ, 15 ഇൻറ്റു 40, ഓക്കെ, ഈക്വൽ ടു 0. അപ്പൊ അത് സോൾവ് ചെയ്യാം. VA പ്ലസ് VB
മൈനസ് 50 ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു 0. 50 ഇൻറ്റു 40 എന്ന് പറയുന്നത് 600 ആണ്. അപ്പോൾ വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു പ്ലസ് 600. ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ 4ന്റെ അകത്ത് നമുക്ക് വി ബിക്ക് ഒരു റിലേഷൻ കൊണ്ടുവരാം. വി ബി ഈസ് ഈക്വൽ ടു 600 മൈനസ് എ. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 3ല് വി ബിന്റെ സ്ഥാനത്ത് 600 മൈനസ് വി എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ വി ബിക്ക് പകരം വി എ മാറും. ഓക്കെ, ഈ ഒരു എക്സ്പ്രഷനിൽ. എന്നിട്ട് നമ്മൾ ഇത് രണ്ടും, ഈ രണ്ട് എക്സ്പ്രഷൻ 2ഉം ഇത് വി എന്റെ ടേംസിലാക്കിയതും തമ്മിൽ സോൾവ് ചെയ്യാണ് ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഇൻ ഇക്വേഷൻ 3, 24 വി ബി എന്ന് പറയുന്ന സ്ഥാനത്ത് 24 ഇൻറ്റു 600 മൈനസ് വി എന്ന് കൊടുക്കും. മൈനസ് 9h ഈസ് ഈക്വൽ ടു 4320. ഓക്കെ, അപ്പൊ 24 ഇൻറ്റു 600 14400 മൈനസ് 24 വി എ മൈനസ് 9h ഈസ് ഈക്വൽ ടു 4320. അപ്പൊ മൈനസ് 24 വി എ. ഓക്കെ, എക്സ്പ്രഷൻ ഒന്ന് ആദ്യം വി എന്റെ ടേം എഴുതി കഴിഞ്ഞാൽ മൈനസ് 24 വി എ മൈനസ് 9h ഇതിനെ ആർ എച്ച് എസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 4320 മൈനസ് 14400 എന്ന് വരും. അപ്പോൾ മൈനസ് 24 വി എ മൈനസ് 9h ഇസ് ഈക്വൽ ടു മൈനസ് 180. ഓക്കെ, ഈ രീതിയിൽ വരും 10080. അപ്പം ആർ എച്ച് എസിൽ എൽ എച്ച് എസിൽ മൈനസ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എല്ലാ മൈനസുകളും മാറും. അപ്പോൾ 24 വി എ പ്ലസ് 9h ഇസ് ഈക്വൽ ടു 10080 എന്നായി ഇക്വേഷൻ നമ്പർ 5. അപ്പോൾ 5ഉം ഇക്വേഷൻ നമ്പർ 2 നമുക്ക് സോൾവ് ചെയ്യാം അല്ലെ. വി എ ആൻഡ് എച്ച് ആണ് അതിലുള്ള അൺനോൺസ്. അപ്പം സോൾവിങ് ഇക്വേഷൻ നമ്പർ 2 and 5 കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം. ഇക്വേഷൻസിൽ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി എ നമുക്ക് 240 കിട്ടും, എച്ച് നമുക്ക് 480 കിട്ടും. ഓക്കെ, അപ്പൊ വി എയും എച്ചും കിട്ടി. ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഓക്കെ, ഇക്വേഷൻ 4ൽ ഇപ്പൊ കിട്ടിയിരിക്കുന്ന വി എ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ബിയും കിട്ടും. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് വി എ ഇൻ ഇക്വേഷൻ നമ്പർ 4, 240 plus VB is equal to 600, that is VB is equal to 360 kilonewton. 600 minus 240, okay, 360 kilonewton എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ VA is equal to 240 kilonewton, VB is equal to 360 kilonewton, H is equal to 480 kilonewton. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാനായിരുന്നു ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ റിയാക്ഷൻ നമുക്കിവിടെ കിട്ടി. ഓക്കെ, ഇനി ഈ സ്ഥലങ്ങളിലുള്ള ബെൻഡിങ് മൊമെന്റ്, റേഡിയൽ ഷിയർ, നോർമൽ ത്രസ്റ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ പോവാണ്. എവിടെയുള്ള 8 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്ഥലത്ത് 8 മീറ്റർ മാറിയിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് L1 എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ ഏകദേശം L1ന്റെ ഹാഫിൽ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഒരു പോയിന്റിലുള്ള ബെൻഡിങ് മൊമെന്റും നോർമൽ ത്രസ്റ്റും റേഡിയൽ ഷിയറും ആണ് കണ്ടുപിടിക്കേണ്ടത്. ആ ഒരു പോയിന്റ് ഞാൻ ഡി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തു. ഈ ഒരു സെക്ഷനിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ വരുന്ന റേഡിയൽ ഷിയർ, നോർമൽ ത്രസ്റ്റ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ വരുന്ന കറസ്പോണ്ടിങ് ഹൈറ്റിനെ ഞാൻ y എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ബെൻഡിങ് മൊമെന്റ് ഫസ്റ്റ് കണ്ടുപിടിക്കാം. ബെൻഡിങ് മൊമെന്റ് ഡി, എം ഡിന്റെ എക്സ്പ്രഷൻ എന്താ വരിക? വി എ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് 8. ക്ലോക്ക് വൈസ് ആണല്ലോ വരുന്നത്. പിന്നെ ഉള്ളത് എച്ച് ആണ്. എച്ച് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വരിക. മൈനസ് എച്ച് ഇൻറ്റു വൈ. അതുപോലെ യു ഡി എൽ ഇവിടെ ഉണ്ട്, അതും മൈനസിലാണ്. താഴോട്ട് വന്ന് ടുവേർഡ്സ് റൈറ്റ് എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ മൈനസ് 15 ഇൻറ്റു 8 ഇൻറ്റു 8/2. ഓക്കെ, അതായിരിക്കും ബെൻഡിങ് മൊമെന്റ് ഡി. അപ്പോൾ നമുക്ക് വി എ ഉണ്ട്, എച്ച് ഉണ്ട്, വൈ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, വൈ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വൈന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 4rx ഡിവൈഡ് ബൈ L സ്ക്വയർ ഇൻറ്റു L മൈനസ് എക്സ് എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ റൈസ് നമ്മൾ കൊടുക്കേണ്ടത് ഈ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട്, ലെഫ്റ്റ് പോർഷനിലായതുകൊണ്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൈസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ഇവിടുത്തെ റൈസ് എന്ന് പറയുന്ന 4 മീറ്റർ ആണ്, 6. ഓക്കെ, അപ്പോൾ 4 മീറ്റർ 6 കൊടുക്കുക. എക്സ് എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. എൽ എന്ന് പറയുന്നത് ഈ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആർച്ചസിലുള്ള വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ എന്റെ അതേ ലെവലിൽ മറ്റൊരു സപ്പോർട്ട് വരുവാണെങ്കിൽ ദാറ്റ് വിൽ ബി അറ്റ് എ ഡാഷ്. ഓക്കെ, അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ അവിടുത്തെ സ്പാൻ എന്ന് പറയുന്നത് L1 പ്ലസ് L1 ആയിരിക്കും, അതായത് 2L1 ആയിരിക്കും. അപ്പൊ ഇവിടെ എല്ലിന്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത് 2 ഇൻറ്റു L1 ആയിരിക്കും, അതായത് 2 ഇൻറ്റു 16 ആണ് ഇവിടെ എല്ലിന്റെ സ്ഥാനത്ത് കൊടുക്കേണ്ടത്. 6 ഈ സൈഡിൽ വരുന്ന 4 ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് വൈ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിലായിരുന്നെങ്കിൽ, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 8 മീറ്റർ മാറിയിട്ടാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഇവിടെ എല്ല് വരുന്നത് 2L2 ആയിരിക്കും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ബീന്റെ അതേ ലെവലിൽ വരുന്ന മറ്റൊരു സപ്പോർട്ട്. അപ്പൊ ഇവിടുത്തെ സ്പാൻ എന്ന് പറയുന്നത് L2 പ്ലസ് L2 ആയിരിക്കും. അപ്പൊ L2 ആയിരിക്കും. R എന്ന് പറയുന്നത് 5 പ്ലസ് 4 അല്ലെങ്കിൽ 9 മീറ്റർ ആയിരിക്കും. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.
Okay, അപ്പോൾ bending moment, step number 3, bending moment at 8 meter from A, that is left support. Bending moment at 8 meter from A, that mx എന്ന് പറഞ്ഞാൽ ഞാൻ ഡിനോട്ട് ചെയ്യാണ്. എക്സ്പ്രഷൻ VA into h minus h into y minus 15 into 8 into 8 by 2. Okay, അപ്പോൾ mx is equal to VA into 8 minus h into y minus 480. ഇത് ചെയ്താൽ 480 എന്നുള്ള രീതിയിൽ വരും. mx is equal to VA ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 240 into 8, h ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക minus 480 into y minus 480. അപ്പോൾ ഇവിടെ y വാല്യൂ അൺനോൺ ആയിട്ട് കിടക്കുന്നു. അപ്പോൾ y കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 4rx by l square into l minus x. അപ്പോൾ 4 r എന്ന് പറയുന്നത് 4 ആണ്, x എന്ന് പറയുന്നത് 8 ആണ്, l എന്ന് പറയുന്നത് 2 into 16 ആണ്. അപ്പോൾ 2 into 16 സ്ക്വയർ വരും. ഇവിടെ l 2 into 16, x 8. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ y is equal to 3 meter കിട്ടും. അത് എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് y in mx is equal to 240 into 8. ഓക്കെ, minus 480 into 3 minus 480. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടും. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് 8 meter from A is equal to 0. ഓക്കെ, അപ്പം ആർച്ചിൽ വരുന്ന D എന്ന് പറയുന്ന പോയിന്റിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് 8 meter മാറിയിട്ട് വരുന്ന പോയിന്റിൽ വരുന്ന ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ ഈസ് 0. ഓക്കെ, സ്റ്റെപ്പ് നമ്പർ 4, നോർമൽ ത്രസ്റ്റ്. നോർമൽ ത്രസ്റ്റ് അറ്റ് 8 meter ഫ്രം എ. ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് 8 meter മാറിയിട്ടുള്ള നോർമൽ ത്രസ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V sin theta plus H cos theta. ഇതിൽ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയാണ്. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 8 meter മാറിയിട്ടുള്ള ഷിയർ ഫോഴ്സ് ആണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് മീൻസ് ഇറ്റ്സ് എ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ഐദർ ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നത്, അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള വെർട്ടിക്കൽ ഫോഴ്സസിന്റെ സം ആണ് 8 meter മാറിയിട്ടുള്ളത് നമ്മൾ എടുക്കേണ്ടത് V എന്ന് പറയുന്ന വാല്യൂ. അപ്പോൾ V ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ VA ഉണ്ട് വെർട്ടിക്കൽ ഫോഴ്സ് അപ്വേർഡ്. ഓക്കെ, പിന്നെ UDL ആണുള്ളത്, താഴോട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ minus 15 ഇൻറ്റു ഇത് ആക്ട് ചെയ്യുന്ന സ്പാൻ. ഓക്കെ, അതായത് 8 meter കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ 15 into 8. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V കിട്ടും. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യാം. VA വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. VA നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇറ്റ്സ് 240 അല്ലേ. VA is 240. അപ്പം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VA minus 15 into 8, that is 240 minus 15 into 8, that is 120 kilonewton. ഓക്കെ, അപ്പോൾ നമുക്ക് V വാല്യൂ കിട്ടി. ഓക്കെ, V means net vertical shear force at 8 meter from A. ഓക്കെ, ഷിയർ ഫോഴ്സ് ആണ്. ഇറ്റ്സ് എ സം ഓഫ് ഫോഴ്സസ് ഐദർ ഫ്രം ലെഫ്റ്റ് ഓർ റൈറ്റ് ഓഫ് ദ സെക്ഷൻ. ഓക്കെ, അപ്പോൾ V കിട്ടി. H നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, ഹൊറിസോണ്ടൽ റിയാക്ഷൻ തന്നെയാണ്. ഇനി തീറ്റ വാല്യൂ ആണ് അല്ലെ, തീറ്റ വാല്യൂ. ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 4r by l square into l minus 2x എന്നുള്ളതാണ് എക്സ്പ്രഷൻ. ഓക്കെ, ഇത് ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന, ഒരേ ലെവലിൽ പാർട്സ് ഒരേ ലെവലിലാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. അപ്പോൾ നമുക്ക് C വരെയുള്ള ഡിസ്റ്റൻസ് L1 ഉണ്ട് അല്ലെ. അപ്പം ബാക്കി ഒരേ ലെവലിൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കിയുള്ള ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഒരു എൻഡിലേക്കുള്ള ഡിസ്റ്റൻസും L1 തന്നെയായിരിക്കും. അപ്പോൾ ഇതിന്റെ സ്പാൻ എന്ന് പറയുന്നത് L എന്ന് പറയുന്നത് 2L1 ആയിരിക്കും. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക്, അതായത് ഒരേ ലെവലിലുള്ള എക്സ്പ്രഷൻ ആയതുകൊണ്ട് തന്നെ അതേ കൺസെപ്റ്റിൽ തന്നെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ നമുക്ക് തീറ്റ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുത്തതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലാണ് ഈ 8 meter എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള L1 തന്നെയായിരിക്കും അതിന്റെ റൈറ്റ് സൈഡിലും വരുന്നത്. ഓക്കെ, അതായത് C വരെയുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കണം. അപ്പോൾ 2L1 ആണ് അവിടുത്തെ സ്പാൻ ആയിട്ട് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ tan ഇൻവേഴ്സ് 4r by l square. അപ്പം r എന്ന് പറയുന്നത് 4 ആണ്, ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ 4 കൊടുത്തു. tan ഇൻവേഴ്സ് 4r ഡിവൈഡ് ബൈ l സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇവിടെ l എന്ന് പറയുന്ന 2L1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ L1 16 ആണ്. അപ്പോൾ 2 into 16 സ്ക്വയർ l minus 2x, l എന്ന് പറയുന്നത് 2 into 16 ആണ്, ദാറ്റ് ഈസ് 2L1 മൈനസ് 2x. 8 meter മാറിയിട്ടാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x എന്ന് പറയുന്നത് 8 ആയിരിക്കും. അപ്പോൾ minus 2 into 8. ഓക്കെ, അപ്പോൾ തീറ്റ വാല്യൂ ആ കറസ്പോണ്ടിങ് പോയിന്റിൽ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഓക്കെ, ഡിയിൽ ഒരു ടാൻജന്റ് വരച്ചാൽ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ദാറ്റ് തീറ്റ വാല്യൂ ഈസ് ഈക്വൽ ടു 14.036 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അത് ഈ എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. n ഈസ് ഈക്വൽ ടു V is 120 അല്ലെ, V 120 കിട്ടി. അപ്പോൾ V sin 14.036 പ്ലസ് H is 480 cos 14.036. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ത്രസ്റ്റ് 494.77 kilonewton എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി
സ്റ്റെപ്പ് നമ്പർ 5 റേഡിയൽ ഷിയർ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് 8 മീറ്റർ മാറിയിട്ടുള്ള പോയിന്റിലെ റേഡിയൽ ഷിയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. റേഡിയൽ ഷിയർ അറ്റ് 8 മീറ്റർ ഫ്രം എ. ഓക്കെ, അതായത് ഡിയിലുള്ള റേഡിയൽ ഷിയർ. റേഡിയൽ ഷിയറിനെ ക്യൂ എന്ന് പറഞ്ഞ ടേം വെച്ച് റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു വി കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റ. ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. വി നമ്മൾ കണ്ടുപിടിച്ചിരുന്നു 120, തീറ്റ 14.036, എച്ച് ഈസ് 480. ഓക്കെ, അത് കൃത്യമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്യൂ ഈസ് ഈക്വൽ ടു 120 കോസ് 14.036 മൈനസ് 480 സൈൻ 14.036. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ റേഡിയൽ ഷിയർ 0 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പ്രോബ്ലം ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ.